ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ മോഡൽ സൗമ്യ മാധ്യമങ്ങളെ കാണുകയാണ്. അത് ഓൺലി ഫ്രണ്ട്ഷിപ്പാണ്. വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ അപ്പം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല 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 വിളിച്ചു വരുത്തും. കാര്യം അവരുടെ കോണ്ടാക്ട് നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ വിളിക്കുമല്ലോ, സ്വാഭാവികം. ഇല്ല, എപ്പോഴും ചാറ്റ് ചെയ്യാം. ഇല്ല അങ്ങനെ അതേ ചാറ്റിംഗ് ഒന്നുമില്ല. ഇല്ല, അത് എപ്പോഴെങ്കിലും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സ്റ്റോറി കാണുന്നു. ഇല്ല ഇല്ല ലഹരി ഉപയോഗത്തിനെ കുറിച്ച് എനിക്കറിയില്ല. ആകെ എന്നെ വിളിപ്പിച്ച് ഷൈനും ബാസിയായിട്ടുള്ള റിലേഷൻ എന്താ ചോദിക്കാനാ. ലഹരി ഇടപാടായിട്ട് എനിക്കൊരു ബന്ധമില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതെ 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 അത് ഇതുമായിട്ട് എനിക്കൊരു ബന്ധം അത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ഇതിൽ നിന്നിട്ടില്ല, എനിക്കറിയത്തില്ല. തസ്ലീമ എനിക്കറിയാം, കൊച്ചിയിൽ വന്ന് പരിചയമുണ്ട്, ഒരു ഫ്രണ്ടാണ്. അതിനപ്പുറത്തോട്ട് അവളുടെ വേറെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഫ്രണ്ടാണ്. ഇല്ല ഇല്ല അങ്ങനെ അറിയില്ല. ഇപ്പൊ ഇത് കാണുമ്പോഴാണ് അറിയുന്നത്. ഇല്ല ഇല്ല ഒന്നുമില്ല. ഞാൻ സിനിമ മേഖലയുള്ള ആളല്ല. പിന്നെ ഇല്ല ഇല്ല അവളായിട്ട് ഒരു 6 മാസത്തെ പരിചയം. അതെ അതെ അത്രയും ഇൻസ്റ്റഗ്രാം ത്രൂ ആണോ ഈ ഷൈനയും ഒപ്പം ശ്രീനാഥ് പരിചയപ്പെട്ടത്? ഇല്ല ഇല്ല അവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും, അപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. ഓക്കെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് മോഡൽ സൗമ്യ എക്സൈസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ വീണ്ടും ഹാജരാകണം എന്ന നിർദ്ദേശം എക്സൈസ് നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ബാസിയെയും ഷൈൻ ടോം ചാക്കോയെയും അറിയാം, അവരുമായി പരിചയമുണ്ട് എന്ന കാര്യം സൗമ്യ എക്സൈസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയുമായി പരിചയമുണ്ട്. പക്ഷേ അവരുടെ മറ്റിടപാടുകൾ എന്താണ്, അവരുടെ ബിസിനസ് എന്താണ് എന്നത് സംബന്ധിച്ച് അറിയില്ല എന്ന മൊഴിയാണ് സൗമ്യ നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ലഭ്യമാകും എന്ന് കരുതുന്നു.